നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആണവ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ ശ്രമിച്ചാൽ ഇറാനെതിരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ നഗരങ്ങളിൽ അമേരിക്കയുടെ വ്യോമാക്രമണം 11ാം ദിവസവും തുടരുന്നതിനിടെയാണ് ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടും എന്ന ഭീഷണി ട്രംപ് മുഴക്കിയത്. ഗൾഫ് മേഖലയിൽ സംഘർഷം രൂക്ഷമായതോടെ കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾക്കും അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും നേരെ ഇറാനും ആക്രമണം കടുപ്പിച്ചു. ഓവൽ ഓഫീസിൽ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അതിശക്തമായ ആക്രമണം നടത്തുമെന്നും ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടർന്നാൽ 10 ഇരട്ടി ശക്തിയോടെ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുടെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഇറാൻ ഇപ്പോൾ ചർച്ചകൾക്കായി തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെന്നും മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞു. മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ കാലത്തെ ആണവ കരാർ റദ്ദാക്കിയതും 1 വർഷം മുമ്പ് B-2 ബോംബറുകൾ ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതും ഇസ്രയേൽ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ രക്ഷിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. ചൊവ്വാഴ്ച രാത്രി ഇറാനിലെ സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ വീണ്ടും ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്കെതിരായ ഇറാന്റെ ഭീഷണി ചെറുക്കുന്നതിനും ഇറാന്റെ സൈനിക ശേഷി കൂടുതൽ ദുർബലപ്പെടുത്തുന്നതിനുമാണ് ആക്രമണങ്ങൾ എന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ സൈനിക ഓപ്പറേഷൻ കേന്ദ്രങ്ങൾ, നാവിക സൈനിക ശേഷികൾ, വിമാന ഹാംഗറുകൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, സൈനിക ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് ലക്ഷ്യമിട്ടതെന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആണവ കേന്ദ്രങ്ങൾ വീണ്ടും ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ് തുടരുന്നു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കാനാണ് ഈ നടപടിയെന്ന് അമേരിക്ക പറയുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച 30-ലധികം വാണിജ്യ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതായും ഇതിലൂടെ 100 കണക്കിന് നിരപരാധികളായ നാവികരുടെ സുരക്ഷ അപകടത്തിലായെന്നും സമുദ്ര ഗതാഗത സ്വാതന്ത്ര്യം ദുർബലമായി എന്നും US സെൻട്രൽ കമാൻഡ് ആരോപിച്ചു. നിലവിലെ സംഘർഷാവസ്ഥയിലും ഹോർമുസ് കടലിടുക്ക് വാണിജ്യ കപ്പലുകളുടെ ഗതാഗതത്തിന് തുറന്നു കിടക്കുകയാണെന്നും അമേരിക്ക അവകാശപ്പെട്ടു. മെയ് ആദ്യം മുതൽ ഏകദേശം 900 വാണിജ്യ കപ്പലുകളുടെയും 450 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലിന്റെയും സുരക്ഷിതമായ യാത്രയ്ക്ക് അമേരിക്കൻ സേന സഹായം നൽകിയതായും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. യുദ്ധച്ചെലവ് ഇതിനകം $37.5 ബില്യൺ കടന്നതായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി കോൺഗ്രസിൽ പറഞ്ഞു. അമേരിക്കയുടെ ലക്ഷ്യം ഇറാന്റെ സൈനിക ശേഷി മാത്രം തകർക്കുക എന്നതല്ലെന്നാണ് പല സുരക്ഷാ വിദഗ്ധരുടെയും വിലയിരുത്തൽ. ഇറാന്റെ മിസൈൽ ശൃംഖല, ഡ്രോൺ നിർമ്മാണം, ആണവ പദ്ധതിക്ക് പിന്തുണ നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ദുർബലമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നാണ് അവർ പറയുന്നത്. ഇതിനിടെ ഇറാൻ ഒരു കാര്യം ആവർത്തിച്ചു വ്യക്തമാക്കുന്നു: ഞങ്ങൾ യുദ്ധം തേടുന്നില്ല, പക്ഷേ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണത്തിന് മറുപടി ഉറപ്പാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ സമ്മർദ്ദം കുറയ്ക്കില്ലെന്ന സന്ദേശമാണ് നൽകുന്നത്. അമേരിക്കൻ സൈന്യത്തിനും മിഡിൽ ഈസ്റ്റിലെ സഖ്യരാജ്യങ്ങൾക്കും ഭീഷണി ഉണ്ടായാൽ അതിന് ശക്തമായ മറുപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള സൈനിക കേന്ദ്രത്തിന് നേരെ അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായാണ് ഫാഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രാദേശിക സമയം പുലർച്ചെ 2:40 നടന്ന ആക്രമണം നഗരത്തിന് സമീപത്തെ സൈനിക മേഖലയെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് പ്രാദേശിക അധികൃതരെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത്. തെക്കു പടിഞ്ഞാറൻ ഇറാനിലെ ഖുസൈസ്ഥാൻ പ്രവിശ്യയിലെ ബെഹ്സബാൻ, ഒമീദിയെ നഗരങ്ങൾക്ക് സമീപമുള്ള മേഖലകളിലും അമേരിക്കൻ മിസൈൽ ആക്രമണം ഉണ്ടായതായും ഫാഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. തെഹ്റാൻ, പടിഞ്ഞാറ്, കിഴക്ക്, വടക്ക് കിഴക്ക് മേഖലകളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമായതിന്റെ ഈ ശബ്ദം കേട്ടതായാണ് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷനായ IRIB റിപ്പോർട്ട് ചെയ്തത്. ആണവ കേന്ദ്രങ്ങളെയോ മറ്റ് സുപ്രധാന കേന്ദ്രങ്ങളെയോ അമേരിക്ക ആക്രമിച്ചാൽ അത് യുദ്ധത്തിന്റെ വ്യാപനമായി കണക്കാക്കുമെന്നാണ് ഇറാന്റെ സായുധ സേനയുടെ സംയുക്ത ഓപ്പറേഷൻസ് കമാൻഡായ ഖാത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരം സാഹചര്യമുണ്ടായാൽ അമേരിക്കയുടെയും അതിന്റെ സഖ്യരാജ്യങ്ങളുടെയും എല്ലാ താൽപ്പര്യങ്ങളും ഇറാന്റെ സായുധ സേന ശക്തമായ ആക്രമണത്തിന് വിധേയമാക്കുമെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ ഇറാൻ മുന്നറിയിപ്പ് നൽകി. ആക്രമണക്കാരെ ശിക്ഷിക്കുന്ന സൈനിക നടപടി തുടരുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ശൃംഖലയായ IRIB സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അമേരിക്ക തുടർച്ചയായി 11ാം രാത്രിയും ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് IRGCയുടെ പ്രതികരണം. റഷ്യയും ചൈനയും ഇപ്പോൾ വളരെ സൂക്ഷ്മമായ നിലപാടാണ് സ്വീകരിക്കുന്നത്.
അവർ നേരിട്ട് യുദ്ധത്തിൽ ഇറങ്ങിയിട്ടില്ല, എന്നാൽ സംഘർഷം അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകൾക്ക് അവസരം നൽകണമെന്നും ആവശ്യപ്പെടുന്നു. അതേസമയം അമേരിക്കയുടെ നടപടികളെ അവർ വിമർശിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യം കൂടുതൽ വഷളായാൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. ഇറാന്റെ സാധ്യതയുള്ള തിരിച്ചടിയെ മുൻകൂട്ടി കണ്ട് ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കി എന്നാണ് റിപ്പോർട്ടുകൾ. അതിർത്തി മേഖലകളിലും സൈനിക ജാഗ്രത തുടരുകയാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് എണ്ണ വ്യാപാരവും സമുദ്ര ഗതാഗതവുമാണ്. ഹോർമുസ് കടലിടുക്കിൽ എന്തെങ്കിലും വലിയ സംഭവമുണ്ടായാൽ അതിന്റെ ആഘാതം ആദ്യം അനുഭവിക്കുക ഗൾഫ് മേഖലയായിരിക്കും. അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. വ്യോമസേനയും നാവികസേനയും പൂർണ്ണ ജാഗ്രതയിലാണ്. അതേസമയം ഇറാനും തന്റെ മിസൈൽ സേനയെയും ഡ്രോൺ യൂണിറ്റുകളെയും അതിവേഗ പ്രതികരണത്തിന് സജ്ജമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത 72 മണിക്കൂർ നിർണായകമാകുമെന്നാണ് പലരും പറയുന്നത്. ഇറാൻ നേരിട്ട് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയോ യുദ്ധക്കപ്പലുകളെയോ ലക്ഷ്യമിട്ടാൽ അതിന് അമേരിക്കയുടെ മറുപടി വളരെ ശക്തമായിരിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ സംഭവിച്ചാൽ സംഘർഷം ഇറാനും അമേരിക്കയും മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ആണവ വിഷയമാണ് ഏറ്റവും വലിയ ആശങ്ക. ഇറാന്റെ ആണവ പദ്ധതി വീണ്ടും ലോകശ്രദ്ധയിൽ എത്തിയിരിക്കുകയാണ്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്നാണ് പറയുന്നത്. എന്നാൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ആണവായുധ നിർമ്മാണത്തിലേക്ക് ഇറാൻ നീങ്ങുന്നുണ്ടോ എന്ന സംശയം തുടരുകയാണ്. ഈ വിഷയമാണ് വർഷങ്ങളായി ഇരു രാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ തർക്കവിഷയം. യുദ്ധം ശക്തമായാൽ ആദ്യം കുതിച്ചുയരുക എണ്ണവിലയായിരിക്കും. അതിന്റെ പ്രത്യാഘാതം ഇന്ത്യ ഉൾപ്പെടെയുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിൽ ഇന്ധനവില വർധന, വിലക്കയറ്റം, ഗതാഗത ചെലവ് വർദ്ധിക്കൽ എന്നിവയായി അനുഭവപ്പെടാം. അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിലെ ഓരോ സ്ഫോടനവും ലോക ഓഹരി വിപണികളും എണ്ണ വിപണിയും അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത്. ഇറാന്റെ സൈനിക ശേഷി ഗണ്യമായി കുറഞ്ഞതായി US യുദ്ധകാര്യ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് അവകാശപ്പെട്ടു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിലോ ഒരുപക്ഷെ 47 വർഷത്തിനിടയിലോ ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ സൈനിക തകർച്ചയാണ് ഇത്. ഒരു ഭീകരസേനയെയാണ് ഇവർ കാലയളവിൽ രൂപീകരിച്ചെടുത്തത്. ആണവായുധങ്ങൾ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടാണ് അവർ ഈ ഭീകരസേനയെ സജ്ജമാക്കിയത്. ഇതിനായി ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ അവർ നിർമ്മിച്ചു. എന്നാൽ ഇതിൽ ഭൂരിഭാഗവും അമേരിക്കൻ സൈന്യം നശിപ്പിച്ചു. ബാക്കിയുള്ളവ ഭൂഗർഭ അറകളിലും മറ്റ് രഹസ്യ കേന്ദ്രങ്ങളിലും ഒളിപ്പിച്ചിരിക്കുകയാണ്. ഭീകര ഭരണകൂടങ്ങൾ എക്കാലവും ചെയ്യുന്നത് ഇതുതന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഇപ്പോഴും ചില സൈനിക ശേഷികൾ അവശേഷിക്കുന്നുണ്ടെന്ന കാര്യം അംഗീകരിക്കുന്നു. എന്നാൽ അമേരിക്ക നടത്തിയ തുടർച്ചയായ സൈനിക നീക്കങ്ങളിലൂടെ അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതവരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് തള്ളിവിട്ടുവെന്നും ഹെഗ്സെത്ത് പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടും അദ്ദേഹം ആവർത്തിച്ചു. ഇറാനിയൻ സമൂഹത്തെ മാറ്റിയെടുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നില്ല, മറിച്ച് അവർ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക മാത്രമാണ് അമേരിക്ക ഫസ്റ്റ് നയത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കരുത് എന്ന് ട്രംപ് പലതവണ വ്യക്തമാക്കിയിട്ടുള്ള കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അമേരിക്കൻ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും സൈന്യവും ഗൾഫ് മേഖലയിലെ US കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം ശക്തമാക്കി. ഓപ്പറേഷൻ നസർ 2, ഓപ്പറേഷൻ ലൈറ്റ്നിംഗ് എന്നീ പേരുകളിലാണ് ഇറാന്റെ പ്രത്യാക്രമണം. ജോർദാനിലെ റുക്ബാൻ മേഖലയിലെ US സൈനിക കേന്ദ്രം, മിസൈൽ പ്രതിരോധ റഡാർ സിസ്റ്റം, F-15 വിമാനം എന്നിവ തകർത്തതായും നിരവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായും IRGC അവകാശപ്പെട്ടു. ബഹ്റിനിലെ ആമസോൺ സെൻട്രൽ ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ, കുവൈറ്റിലെ അലി അൽ സലീം താവളത്തിലെ MQ-9 ഡ്രോൺ ഹാങ്ങർ, ആരിഫ് ജാൻ താവളത്തിലെ ഹിമാർസ് മിസൈൽ സംവിധാനങ്ങൾ എന്നിവയും ആക്രമിക്കപ്പെട്ടു. തുടർച്ചയായ 4ാം ദിവസവും കുവൈറ്റിനു നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുണ്ടായി. ഹോർമുസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന കുവൈറ്റിന്റെ കെയ്ഫാൻ എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി കുവൈറ്റ് ഉപവിദേശകാര്യമന്ത്രി പ്രതിഷേധം അറിയിച്ചു. കുവൈറ്റിലെ വൈദ്യുതി ജലശുദ്ധീകരണ പ്ലാന്റുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. മുൻകരുതലിന്റെ ഭാഗമായി പല ജനറേറ്ററുകളും പ്രവർത്തനം നിർത്തിവെച്ചതായി കുവൈറ്റ് വൈദ്യുതി മന്ത്രാലയം അറിയിച്ചു. ബഹ്റിനിലും അപായ സൈറനുകൾ മുഴങ്ങി. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങളെ UAE ശക്തമായി അപലപിച്ചു. സൗദി അറേബ്യയ്ക്ക് നേരെ ഹൂതികളുടെ കപ്പൽ ഉപരോധവും സജീവമാണ്. അമേരിക്കൻ ആക്രമണം ശക്തമായതോടെ തബ്രീസ്, മഷ്ഹദ്, ബലൂച്ച് പ്രവിശ്യകളിൽ പുറമെ
സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കും ആക്രമണം വ്യാപിക്കുന്നതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ നദാൻസ് പ്രവിശ്യയിലെ മലയോരങ്ങളിലെ ഭൂഗർഭ അറകളിലേക്ക് ആണവ സംവിധാനങ്ങൾ ഇറാൻ മാറ്റിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇതിനിടെ പരമോന്നത നേതാവുമായുള്ള ആശയവിനിമയം വർദ്ധിച്ചതായും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. ദേശീയ വ്യവസായ ഖനന ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷം ലഘൂകരിക്കുന്നതിനായി പാകിസ്ഥാൻ നേതൃത്വത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി ഇറാന്റെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പാകിസ്ഥാനിൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.